മഫ്തയിട്ട ഈ ഒരു സ്പോർട്സ് താരത്തെ കണ്ടോ? സുൻകാമ്പ സില എന്നാണ് ഇവരുടെ പേര്. ഇവർ ഹിജാബ് ധരിക്കുന്ന ഒരു സ്പോർട്സ് താരമാണ്. ഇത്തവണത്തെ ഒളിമ്പിക്സ് മത്സരം പാരീസിലാണല്ലോ. പാരീസിൽ ഈ ഒരു മഫ്ത ധരിച്ചതുകൊണ്ട് മാത്രം, തലമറച്ചതുകൊണ്ട് മാത്രം ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ഈ ഒരു സ്പോർട്സ് താരത്തിന് വിലക്ക് ഏർപ്പെടുത്തിയ അവിടുത്തെ സർക്കാർ ഒടുവിൽ വിവാദമായതോടെ ആ തീരുമാനം മാറ്റിയിട്ട് സുൻകാമ്പ സിലക്ക് മഫ്ത ധരിച്ചുകൊണ്ട് തന്നെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ അനുമതി കൊടുത്തിരിക്കുകയാണ്. ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിന് മുൻപ് തന്നെയാണ് ഹിജാബിനെ ചൊല്ലി വിവാദം ഉണ്ടായത്. ഫ്രാൻസ് റിലേ താരമാണ് സുൻകാമ്പ സില എന്ന ഈ ഒരു യുവതി. ഹിജാബ് ധരിച്ച് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ വിലക്ക് ഏർപ്പെടുത്തിയതോടെ സംഗതി ആകെ വിവാദമായി. സംഭവം വിവാദമായതോടെ താരത്തിന് തൊപ്പി ധരിച്ച് ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ അനുമതി നൽകുകയായിരുന്നു. ഹിജാബ് ധരിക്കുന്നത് കാരണം സ്വന്തം രാജ്യത്ത് നടക്കുന്ന ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് തന്നെ മാറ്റി നിർത്തിയതായി സില വെളിപ്പെടുത്തിയതോടെയാണ് ലോകം വിവരം അറിയുന്നത്. ഫ്രഞ്ച് ഒളിമ്പിക് കമ്മിറ്റിയാണ് താരത്തെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മാറ്റി നിർത്തിയത്. ഒരു മതചിഹ്നം ധരിച്ചതുകൊണ്ട് മാത്രം ഒരു രാജ്യത്തിൻ്റെ താരത്തെ മാറ്റി നിർത്തുന്നത് ഈ ആധുനിക കാലത്തും എത്രമാത്രം ക്രൂരമാണ് എന്നുള്ളതാണ് ലോകം തിരിച്ചറിഞ്ഞത്. ഏതായാലും ഫ്രഞ്ച് ഒളിമ്പിക് കമ്മിറ്റി നടത്തിയ ചർച്ചകൾക്കൊടുവിൽ താരത്തിന് തല മറച്ചുകൊണ്ട് തന്നെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ അനുമതി ലഭിച്ചു. സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു സില ഹിജാബ് ധരിച്ചതിൻ്റെ പേരിൽ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിലക്കിയതായി അറിയിച്ചത്. വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഹിജാബ് ധരിച്ചവരുൾപ്പെടെ നിരവധി അത്ലറ്റുകളാണ് ഒളിമ്പിക്സിനായി എത്തുന്നത്. വിദേശ അത്ലറ്റുകൾക്ക് മതനിയമങ്ങൾ ബാധിക്കുന്നതുമില്ല. മതത്തിൻ്റെ ഭാഗമായിട്ട് തലമറക്കുന്നതിനെതിരെ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി പ്രത്യേക നിയമമൊന്നും പാസ്സാക്കിയിട്ടൊന്നുമില്ല. ഈ സാഹചര്യത്തിലാണ് സിലയെ വിലക്കിയ തീരുമാനം വിവാദമായത്. കാരണം അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി ഇങ്ങനെ തലമറക്കുന്ന ഇതിൻ്റെ ഒളിമ്പിക്സ് താരങ്ങളെ വിലക്കിയിട്ടുണ്ടെങ്കിൽ ഫ്രാൻസിൻ്റെ തീരുമാനം ശരിയാണെന്ന് പറയാമായിരുന്നു. പക്ഷേ അപ്പോഴും തൻ്റെ മതവിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ടാണ് ഈ ഒരു സ്പോർട്സ് താരം, റിലേ താരം തൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചതും ഒടുവിൽ അത് അനുവദിച്ച് കിട്ടിയതും. ഫ്രാൻസിലെ പൊതുമേഖലാ തൊഴിലാളികൾക്ക് ബാധകമാകുന്ന മതേതര തത്വങ്ങൾ ഫ്രഞ്ച് ഒളിമ്പ്യന്മാർക്കും ബാധകമാണെന്നും ഇതിൽ ഹിജാബ് വിലക്കും ഉൾപ്പെടുമെന്നും ഫ്രഞ്ച് ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡന്റ് ഡേവിഡ് ലാപ്പാർട്ടിൻ്റെ നിലപാടെടുത്തതാണ് സിലയ്ക്ക് തിരിച്ചടിയായത്. എന്നാൽ ഇതുവരെയുള്ള താരത്തിൻ്റെ പരിശീലനവും മത്സരവുമെല്ലാം ഹിജാബ് ധരിച്ചിട്ടാണ്. ഇതുവരെ ആരും ഇക്കാര്യം വിലക്കിയിട്ടുമില്ല. പിന്നെന്തിനാണ് ഉദ്ഘാടനത്തിൽ നിന്ന് മാത്രം വിലക്കുന്നത് എന്നാണ് സില ചോദിക്കുന്നത്. ഇതും സിലയുടെ ഈ ഉറച്ച തീരുമാനത്തിന് മുന്നിൽ മുട്ടുമടക്കിയിരിക്കുകയാണ് ഒളിമ്പിക്സ് നടത്തുന്ന അല്ലെങ്കിൽ ആ ഒരു വേദിയായ ഫ്രാൻസ് എന്ന രാഷ്ട്രം.